അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ദുർബലവും പരിമിതവുമായ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഒരു ഖുത്ബയിൽ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച പാഠമാണ് നൽകിയിരുന്നത്. വിവാഹം എന്നുള്ളത് പ്രവാചകന്റെ ചര്യയാണ്. പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് സത്യവിശ്വാസി അവന്റെ ആയുസ്സിൽ നിർവഹിക്കേണ്ടുന്ന മർമ്മപ്രധാനമായ ദൗത്യം. അലി റളിയല്ലാഹു അൻഹു എന്ന ദരിദ്രനായ വ്യക്തിയെക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിപ്പിച്ചപ്പോൾ പറഞ്ഞ സംഭവങ്ങളുമൊക്കെ നമ്മളവിടെ ആ ഖുത്ബയിൽ പരാമർശിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു ദരിദ്രനായിരുന്നു എന്ന് പറഞ്ഞു. ദരിദ്രനായ അലി റളിയല്ലാഹു അൻഹുവിനോട് മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യമുന്നയിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ് മഹർ നൽകണം എന്നതായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മഹർ നൽകാൻ പ്രത്യേകിച്ച് വല്ല സമ്പത്തോ സ്വർണമോ സ്വത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു കവചം, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു ലോഹ കവചം മാത്രമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ആ കവചം മഹറായി നൽകിക്കൊണ്ട് എൻ്റെ മകളെ നീ വിവാഹം കഴിക്കുക. അങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് മഹർ എന്നുള്ളത് വധുവിന്, നമ്മൾ ഇണയായി തിരഞ്ഞെടുക്കുന്ന വധുവിന് നൽകേണ്ടുന്ന നിർബന്ധമായ ഒരു ബാധ്യതയാണ്. വധുവിന്റെ അവകാശമാണ് മഹർ ലഭിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പരാമർശിച്ചിരിക്കുന്നത് മീസാഖൻ ഖലീദ എന്നാണ്, ബലിഷ്ഠമായ കരാർ. ആ ബലിഷ്ഠമായ കരാറിന്റെ വളരെ പ്രധാനപ്പെട്ട മർമ്മമാണ് യഥാർത്ഥത്തിൽ മഹർ. ഒരു പുരുഷൻ, സ്ത്രീ അവർ പ്രായപൂർത്തിയാകുന്നതോടുകൂടി അവർ വിവാഹം കഴിക്കാനുള്ള സമയമായി എന്നാണ് മതം പഠിപ്പിച്ചിരിക്കുന്നത്. വിവാഹപ്രായമെത്തിയ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ വല്ലാതെ ഒന്നും വൈകിക്കാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിലല്ലാതെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നീട്ടിക്കൊണ്ടുപോവാൻ പാടില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. സംരക്ഷിക്കാൻ ഒരു വരനെ സംബന്ധിച്ചിടത്തോളം വധുവിനെ സംരക്ഷിക്കാനുള്ള കഴിവനുണ്ടാവണം. അവൻ അധ്വാനിക്കാനുള്ള അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നു എന്ന് ബോധ്യപ്പെടാനുള്ള കഴിവനുണ്ടാവണം. അവൻ ആരോഗ്യവാനായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഒത്തുവന്നാൽ ഒരുപാട് പണമൊന്നുമില്ലെങ്കിലും തറവാടിത്തത്തിന്റെ പേരിൽ അങ്ങനെ പെരുമ നടിക്കുന്നതൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ തറവാടിത്തം എന്ന ലേബൽ വെച്ച് നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്തവൻ ആണ് എന്ന് തോന്നിയാൽ പോലും അത്തരത്തിലുള്ള ആളുകൾ വിവാഹം അന്വേഷിച്ചു വരികയാണെങ്കിൽ, അവർ സൽസ്വഭാവിയാണെങ്കിൽ, അവർ ഇസ്ലാമിക അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇണയെ തേടിപ്പിടിച്ച് നൽകുക എന്നുള്ളത് സത്യവിശ്വാസികൾ നിർവഹിക്കേണ്ടുന്ന പുണ്യകരമായ ഒരു കർമ്മമാണ്. അതുമൂലം നാം മനസ്സിലാക്കേണ്ടത് വധുവിന് മഹർ നൽകുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്ത് നിസായിലെ 4-ാമത്തെ ആയത്തിൽ, വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹ്ലതൻ ഫഇൻ തുബിന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅൻ മരീആ. സ്ത്രീകൾക്ക്, വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് അവരുടെ വിവാഹ മൂല്യം മഹർ മനസ്സംതൃപ്തിയോടുകൂടി നിങ്ങൾ നൽകണം. സംതൃപ്തിയോടുകൂടിയായിരിക്കണം നിങ്ങൾ അവർക്ക് മഹർ നൽകേണ്ടത് എന്ന് ഖുർആൻ പറയുകയാണ്. ആ മഹറിന്റെ അവകാശി അവരാണ്. ആ സ്ത്രീയാണ്, വധുവായി നാം തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. ആ മഹർ അത് അവരുടേതാണ്. അതിൽ
നൽകിയ വരനെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാരവും അവകാശവും ഇല്ല. എങ്ങാനും ആ സ്ത്രീ വധു സ്വമനസ്സാലെ ഭർത്താവ് ചോദിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ആ സ്ത്രീ ഭർത്താവിന് മഹർ മുഴുവനായുമോ മഹറിന്റെ ഒരു വിഹിതമോ തിരിച്ചു നൽകുകയാണെങ്കിൽ അത് ഭർത്താവിന് സ്വീകരിക്കാവുന്നതും ആണ് എന്നാണ് ഈ ഖുർആനിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ദരിദ്രനായ ഒരു വ്യക്തി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വിവാഹകാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, അൽ തമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, നീ എന്തെങ്കിലും ഒന്ന് മഹർ കൊടുക്കണം. ദരിദ്രനായിട്ട് ഒന്നും മഹർ കൊടുക്കാതെ നീ ഒരു സ്ത്രീയെയും ഇണയായി സ്വീകരിക്കാൻ പാടില്ല. നീ മഹർ നൽകണം. അത് ഒരു ഇരുമ്പിന്റെ മോതിരമായിരുന്നാലും അതൊരു കരാറാണ്, അതൊരു കണക്ഷനാണ്, അത് സുദൃഢമായ ബന്ധത്തിന്റെ തുടക്കമാണ്. അങ്ങനെ ഒരു മഹർ നീ ഇരുമ്പിന്റെ മോതിരം ആയാൽ പോലും നൽകണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അള്ളാഹുവിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ ഒരു കാര്യം, വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹമോചനം നടത്തുകയാണെങ്കിൽ അത് കുറ്റകരമായ കാര്യമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇനി അനിവാര്യമായ കാരണങ്ങൾ കൊണ്ടാണ് വിവാഹമോചനം നടക്കുന്നതെങ്കിൽ പ്രവാചകൻ പറയുകയാണ്, അബ്ഗദുൽ ഹലാലി, അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അള്ളാഹു അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അള്ളാഹുവിന് അബ്ഗദ് ഏറ്റവും കോപമുള്ള കാര്യം അത്തലാഖ്, വിവാഹമോചനമാണ്. വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു, പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് കോപം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് വിവാഹമോചനം നിർവഹിക്കുക എന്നുള്ളത്. എന്നാൽ ചില അനിവാര്യമായ കാരണങ്ങൾ കൊണ്ട് അത് സംഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു, മഹർ നിശ്ചയിക്കുകയും നിശ്ചയിക്കാതിരിക്കുകയും ചെയ്യാം. ഇന്നാലിന്ന മഹർ കൊടുക്കുമെന്ന ഒരു കണക്ക് കൃത്യമായി സൂചിപ്പിക്കാതെ വിവാഹബന്ധത്തിൽ അല്ലെങ്കിൽ നിക്കാഹ് കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ മഹർ കൊടുക്കണം. മഹർ സൗകര്യം പോലെ സമയം പോലെ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാതെ കൊടുത്താലും മതി. അതൊരു ഇളവാണ്. ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം, പ്രയാസമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അത് മതം നൽകിയ ഒരു ഇളവാണ്. അങ്ങനെ മഹർ നിശ്ചയിച്ചിട്ടില്ല, എന്ത് കൊടുക്കണമെന്ന് നിശ്ചയിച്ചില്ല, കൊടുത്തേ തീരൂ. അങ്ങനെ നിശ്ചയിക്കാതെ ഒരുപാടുമായി ഒരു സ്ത്രീയുമായി ഒരു പെണ്ണുമായി നിക്കാഹ് കർമ്മം നിർവഹിച്ചു. എന്നാൽ നിക്കാഹ് കർമ്മം നിർവഹിച്ചതേയുള്ളൂ, അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നു, ലാ ജുനാഹ അലൈക്കും ഇൻ തല്ലഖതുമുൻ നിസാഅ മാ ലം തമസ്സുഹുന്ന ഔ തഫ്രിദൂ ലഹുന്ന ഫരീദ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്പർശിക്കുകയോ അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി അനിവാര്യമായ കാരണങ്ങളാൽ ആ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നാൽ മഹർ നൽകാത്തതിന്റെ പേരിൽ നിങ്ങൾ കുറ്റക്കാരനാവുന്നില്ല. കാരണം അതിനു മുമ്പേ തന്നെ, അവർ ഒന്നിക്കുന്നതിന് മുമ്പേ തന്നെ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നിരിക്കുന്നു. ഇന്നാലിന്നതാണ് മഹർ കൊടുക്കുക എന്ന് തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, എന്നാൽ അവർക്ക് നിങ്ങൾ മര്യാദ അനുസരിച്ച് ജീവിത വിഭവമായി എന്തെങ്കിലും നൽകേണ്ടതാണ്. അപ്പം വിവാഹമോചനം നടത്തിയെന്ന് പറഞ്ഞ് പിരിഞ്ഞു വരികയല്ല വേണ്ടത്, അവർക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ജീവിത വിഭവമായി അവർക്ക് നൽകേണ്ടതാണ് എന്നും ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നു. ഇഷ്ടം പോലെ തന്റെ ഇഷ്ടമനുസരിച്ച് മഹർ നൽകാൻ സാധ്യതയില്ലാത്ത ഈ ഘട്ടത്തിൽ പോലും അവിടെ നിശേഷം
നിഷ്കരുണം ഒഴിവാക്കി പോരുകയല്ല, അവൾക്ക് എന്തെങ്കിലും നൽകേണ്ടതുണ്ട് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ സൂറത്തുൽ ബഖറയിലെ 237 ആയത്തിൽ സൂചിപ്പിക്കുകയാണ്, വഇൻ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന വഖദ് ഫറൽതും ലഹുന്ന ഫരീദതൻ ഫനിസ്സു മാ ഫറൽതും. അങ്ങനെ തുടങ്ങി ഖുർആൻ വചനം പറയുകയാണ്, ഇനി നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്നു, എന്നാൽ അവരുമായുള്ള വിവാഹമൂല്യം മഹർ ഇന്നാലിന്നത് കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. മഹർ ഇന്നാലിന്നത് കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. 1 പവൻ, 2 പവൻ, 5 പവൻ എന്തെങ്കിലും കൊടുക്കണമെന്ന്, പവൻ സ്വർണത്തിന്റെ വിഷയം മാത്രമല്ല, എന്താണോ മഹറായി നൽകാൻ ഉദ്ദേശിക്കുന്നത് അത് ഇന്നാലിന്നത് കൊടുക്കണമെന്ന് നിക്കാഹിന്റെ വേളയിൽ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ അവിടെ സന്നിധരായ സാക്ഷികളൊക്കെയും അത് അറിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പക്ഷേ നിക്കാഹിന് ശേഷം വിവാഹബന്ധം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് അവർക്ക് വേർപിരിയേണ്ടി വന്നു എങ്കിൽ അങ്ങനെ നിശ്ചയിച്ചതിന്റെ പകുതി, അങ്ങനെ നിശ്ചയിച്ച മഹറിന്റെ പകുതി അവൾക്ക് നൽകൽ നിർബന്ധമാണ്. അവളെ ഞാൻ ഒന്നിച്ച് അവളുമായി ശയിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിച്ച മഹർ ഒന്നും കൊടുക്കാതെ ഉപേക്ഷിക്കാൻ പാടില്ല. പകുതിയെങ്കിലും അവൾക്ക് കൊടുത്തിരിക്കണം എന്നാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, പകുതി കൊടുക്കണം. ഭാര്യമാർ അഥവാ ചിലപ്പോ പകുതി കൊടുക്കുമ്പോൾ ചിലപ്പോ ഭാര്യ പറയും എനിക്ക് വേണ്ട, എനിക്ക് അയാളുടെ സ്വത്ത് വേണ്ട, അല്ലെങ്കിൽ മഹർ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് ഇദ്ദേഹത്തിന് തിരിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ 2 കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഭാര്യയുടെ വിട്ടുവീഴ്ച മഹർ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഭർത്താവും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. പകുതി മഹർ നിർബന്ധമാണ് കൊടുക്കുക എന്നുള്ളത്. അതവൾക്ക് വേണ്ട എങ്കിൽ, അവൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ, അവൾ സ്വമേധയാ അത് ഒഴിവാക്കുകയാണെങ്കിൽ കൊടുക്കാതിരിക്കാം. എന്നാൽ ഭർത്താവ് ചെയ്യേണ്ടുന്ന വിട്ടുവീഴ്ച എന്താണ് എന്ന് ഖുർആൻ തുടർന്ന് പറയുകയാണ്. വിട്ടുവീഴ്ച എന്നാൽ എന്താണോ മഹറായി പറഞ്ഞിരിക്കുന്നത്, നിർബന്ധം പകുതി കൊടുക്കലാണെങ്കിലും അത് മുഴുവനായും കൊടുക്കലാണ് വിട്ടുവീഴ്ച. മഹറിന് കാര്യം പറഞ്ഞെങ്കിൽ അത് മുഴുവനും കൊടുക്കലാണ് വിട്ടുവീഴ്ച എന്നും ഖുർആൻ ഭർത്താവിന്റെ വിട്ടുവീഴ്ചയായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും വിവാഹവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിവാഹ നിക്കാഹ് കഴിഞ്ഞ ശേഷം പല കാരണങ്ങൾ കൊണ്ടും വിവാഹമോചനം സംഭവിക്കുമ്പോൾ ഈ മഹറിന്റെ വിഷയത്തിൽ കുടുംബക്കാർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കൊടുത്ത മഹറുകൾ തിരിച്ചു തന്നില്ല, അവർ ഒന്നിച്ച് ജീവിച്ചില്ല എന്നൊക്കെ വരേണ്ട ആളുകൾ പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അവരുടെ അവകാശമാണ്. കൊടുത്ത മഹർ അവരുടെ അവകാശമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ മഹർ നൽകുക എന്നുള്ളതിനും മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച മറ്റൊരു കാര്യം അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. എന്താണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തും ലാ തുഅഖർ. 3 കാര്യങ്ങൾ വൈകിപ്പിക്കരുത് കേട്ടോ. 3 കാര്യങ്ങൾ നിങ്ങൾ ആരും വൈകിപ്പിച്ച് കളയരുത്. അസ്സലാത്തു ഇദാ അതത്. നമസ്കാരം അതിന്റെ വഖ്തായാൽ, സമയമായാൽ അത് നിർവഹിക്കണം. അത് ഇഷ്ടാനുസരിച്ച് നീട്ടിക്കൊണ്ടു പോവുകയല്ല. ളുഹറിന്റെ സമയം അസ്ർ വരെ ഉണ്ടല്ലോ എന്ന് കരുതി അലസമായി അത് നീട്ടിക്കൊണ്ടുപോവുകയല്ല വേണ്ടത്. വിശ്വാസി അസറിന്റെ സമയം മഗ്‌രിബ് വരെ ഉണ്ടല്ലോ എന്ന് കരുതി അതും നീട്ടിക്കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. അത് അതിന്റെ വഖത്തിന് കൃത്യസമയത്ത് പള്ളിയിലെപ്പോഴാണോ ജമാഅത്ത് നമസ്കരിക്കുന്നത് അപ്പോൾ, അല്ലെങ്കിൽ പള്ളിക്ക് പുറത്താണ്, വീട്ടിൽ നിന്നാണ് നമസ്കരിക്കേണ്ടി വരുന്നതെങ്കിൽ വൈകിക്കാതെ നമസ്കരിക്കുക എന്നുള്ളത് സത്യവിശ്വാസി നിർവഹിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ്. രണ്ടാമത്തത് പ്രവാചകൻ പറയുന്നു, വൽ ജനാസത്തു ഇദാ ഹദർത. ഒരാൾ മരിച്ചു, സംസ്കരണ മുറകളൊക്കെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ഒക്കെയായി ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളൊക്കെ കാണേണ്ടതുണ്ടാവാം. എന്നാൽ അതിനു വേണ്ടി ഒരുപാട് സമയം മയ്യത്ത് വീട്ടിൽ വെക്കരുത്. അതിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ
എത്രയും വേഗം മറമാടുക, വൈകിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ചര്യ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. മൂന്നാമത് പറയുന്നു, വൽ അയ്യിമു ഇദാ ഉജിഹ വൽ അയ്യിമു ഇദാ ഉജിദ ലഹാ കുഫ്ഉൻ. വിവാഹം ചെയ്യാൻ അല്ലെങ്കിൽ വിവാഹ പ്രായമെത്തിയ ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് അനുയോജ്യനായ ഒരു വരൻ ലഭിച്ചാൽ അതും വേഗം വിവാഹം കഴിപ്പിക്കണം. വിവാഹം കഴിപ്പിക്കണം. തമ്മിൽ കാണുക, തമ്മിൽ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ്. ഒന്നിച്ച് പഠിക്കുന്നവർ തമ്മിൽ, ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിൽ, അടുത്ത ബന്ധു വീട്ടുകാർ അറിയുന്ന ആളുകൾ തമ്മിൽ, പരസ്പരം അറിയുന്നവർ തമ്മിൽ ചിലപ്പോ എനിക്ക് നിന്നെ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വിവാഹം ചെയ്താൽ തരക്കേടില്ല എന്ന് ആഗ്രഹിക്കുകയും ആ പെണ്ണിനോട് നിന്നെ വിവാഹം കഴിക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നതൊന്നും എന്തല്ല ഇസ്ലാം തെറ്റായ കാര്യമായി പഠിപ്പിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന നാട്ടിലെ വലിയ ബിസിനസ്സുകാരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സെയിൽസ്മാനായി, ഏറ്റവും നല്ല സെയിൽസ്മാനായി ഒന്നിച്ചു നിർത്തി കച്ചവടം പരിപോഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ അറിഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകനോട് ഇഷ്ടം തോന്നി. പ്രവാചകനുമായി സംസാരിച്ചു. പിന്നെ പ്രവാചകന്റെ കുടുംബവുമായി സംസാരിച്ചു. അപ്പോൾ ഒരു വിവാഹാന്വേഷണം ഒരു സ്ത്രീക്ക് പുരുഷനോടോ, ഒരു പുരുഷന് സ്ത്രീയോടോ അന്വേഷിക്കുന്നതിലോ സംസാരിക്കുന്നതിലോ തീരുമാനിക്കുന്നതിലോ തെറ്റില്ല. പക്ഷേ അത് അവർ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള സ്വകാര്യമാവരുത്. അതിനുശേഷം ഉടൻ തന്നെ കുടുംബത്തെ അറിയിക്കുക, രക്ഷിതാക്കളെ അറിയിക്കുക. അവർ ഇടപെട്ടുകൊണ്ട് വിവാഹം നിശ്ചയിച്ച് വിവാഹം വേഗം നടത്തിക്കൊണ്ടുപോവുക. മറ്റൊരു കാരണവുമില്ലാതെ, ചിലപ്പോൾ ചില കാരണങ്ങൾ ഉണ്ടാവാം. ഇഷ്ടപ്പെട്ട വരൻ അല്ലെങ്കിൽ തീരുമാനിച്ച വരൻ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് കുറെ ദൂരെയുള്ള സ്ഥലത്ത് ജോലിയായിരിക്കാം, ലീവ് ലഭിക്കുന്നുണ്ടാവൂല, അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട മഹറടക്കമുള്ള കാര്യങ്ങൾക്ക് പണം സ്വരൂപിക്കേണ്ടുന്ന സാവകാശം വേണ്ടി വന്നിരിക്കാം, അല്ലെങ്കിൽ അസുഖം പ്രയാസകരമായ ഒരവസ്ഥ ഉണ്ടായിരിക്കാം. അത് തരണം ചെയ്ത് അസുഖം ഭേദമായ ശേഷം എന്നിത്യാദി കാരണങ്ങൾ കൊണ്ട് നീട്ടിക്കൊണ്ടുപോവാം. അതും ആ സമയം വരെ മാത്രം. അല്ലാത്തതൊക്കെയും വേഗത്തിൽ കഴിപ്പിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുന്നത്. 3 കാര്യങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വൈകിപ്പിക്കരുത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹപ്രായമെത്തിയ പെൺകുട്ടികള്, സ്ത്രീകള് അവൾക്ക് അനുയോജ്യനായ ഇണയെ കണ്ടെത്തുമ്പോൾ അതിനു വേണ്ടി അന്വേഷണം നടത്തുക. അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ വേഗം വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് പ്രവാചകൻ പഠിപ്പിച്ച കാര്യം. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തലയിൽ കയറൂല. പഠിക്കണം, ജോലിയിൽ കയറണം, ഇനിയും സമയമാവട്ടെ. 24, 25, 26, 27 അങ്ങനെ പോവുകയാണ്. ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പരിണമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഗവേഷകന്മാർ പറയുന്നു. ഇരിക്കട്ടെ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവളെ സംരക്ഷിക്കേണ്ടുന്നത് ഭർത്താവാണ്. തനിക്കൊരു ജോലി കിട്ടിയെങ്കിൽ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നുള്ള ശാഠ്യം പ്രവാചകന്റെ ചര്യയുമായി യോജിക്കുന്നുണ്ടോ എന്നുകൂടി ആലോചിക്കണം. ജോലിയിൽ കയറാം, നല്ല പഠനം നടത്താം, ഉന്നത വിദ്യാഭ്യാസം നേടാം, ഏത് ജോലിയും തിരഞ്ഞെടുക്കാം. അതിലൊന്നും മതം എതിര് നിന്നിട്ടില്ല. അപ്പേരിൽ വിവാഹബന്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിനെ മതം അനുകൂലിക്കുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയൊരു സാമ്പത്തിക സൗകര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം ധനികനായിരുന്ന ആ മനുഷ്യൻ ആയിടെ വിധവയായിത്തീരുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പണക്കാരനാണ്, എന്ത് വേണമെങ്കിലും നൽകാം, സ്വർണമുണ്ട്, തോട്ടങ്ങളുണ്ട്, ഒരുപാട് സ്വത്തുക്കളുണ്ട്, എന്ത് വേണമെങ്കിലും നൽകാം, താങ്കളെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, സമ്മതിക്കണമെന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുകയാണ്,
അന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല, ബഹുദൈവ വിശ്വാസിയായിരുന്നു. എന്നിരുന്നാലും നല്ലൊരു വ്യക്തിത്വമായിരുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുകയാണ്, അബൂ തൽഹ, നിങ്ങളെപ്പോലെ ഒരാളെ നിരസിക്കാൻ, നിങ്ങളുടെ ഈ ആവശ്യം നിരസിക്കാൻ എനിക്ക് തോന്നുന്നില്ല, താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ നല്ല മനുഷ്യനാണെങ്കിലും നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരാത്ത ഒരാളാണ്. നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരാത്ത ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം. അപ്പൊ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വർണമുണ്ട്, സ്വത്തുണ്ട്, തോട്ടങ്ങളുണ്ട്, എന്തും സ്വീകരിക്കാം, എന്തും നൽകാം. അപ്പോ പറയുകയാണ്, ഈ സ്വത്തോ ഈ സ്വർണമോ ഈ തോട്ടങ്ങളോ ഒന്നും എനിക്ക് എന്നിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്തുകയില്ല. എന്റെ മഹർ, ഇതൊക്കെയും മഹറായിട്ടാണ് എനിക്ക് നൽകാൻ താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഇത് മഹറായി സ്വീകരിക്കാൻ ഒരുക്കമല്ല. എന്റെ മഹർ, എനിക്ക് അവകാശപ്പെട്ട മഹർ ഒരേ ഒരു കാര്യമാണ്, താങ്കൾ വിശ്വാസത്തിലേക്ക് വരണം. താങ്കൾ നിലവിൽ പുലർത്തിപ്പോരുന്ന ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് മാറി സത്യവിശ്വാസത്തിലേക്ക് വരണം. അതാണ് എന്റെ മഹർ, മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു പറയുകയും അബൂ തൽഹ കൂടുതൽ ആലോചിച്ച ശേഷം ഇസ്ലാം മതം പുലുകുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇപ്പൊ മഹർ എന്ന് പറഞ്ഞാൽ അതൊരു കരാറാണ്. മീസാഖൻ ഗലീദ, അതൊരു കരാറാണ്, ഒരു സുദൃഢമായ ബന്ധമാണ്. അത് സ്വർണമാവാം, നേരത്തെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇരുമ്പിന്റെ മോതിരമെങ്കിലും ആവാം. ഇതുപോലെ മതം സ്വീകരിക്കുക പോലുള്ള ഡിമാൻഡുകളാവാം. പലപ്പോഴും വിവാഹ കർമ്മത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഖുർആൻ നൽകിക്കൊണ്ട്, മഹറായി നൽകിക്കൊണ്ട്, ഖുർആൻ മുസ്ഹഫ് മഹറായി നൽകിക്കൊണ്ട് വിവാഹം കഴിക്കുന്നത് അതും ആവാം, എന്തുമാവാം. പക്ഷേ ഒന്ന് നാം മനസ്സിലാക്കണം, ഇത് വധുവിന് തൃപ്തിപ്പെട്ട ഒന്നാവണം. നമ്മൾ തീരുമാനിക്കുകയാണ് ഖുർആൻ നൽകാം, പക്ഷെ വധുവിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വീട്ടിലുണ്ട്, ഖുർആൻ മനഃപ്പാഠം അറിയുന്നവളാണവൾ, ഒരു ഖുർആന്റെ പ്രതി കൂടി കിട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നവർക്ക് തോന്നി. അതല്ലാത്ത ഒരു സ്വർണമോ മറ്റെന്തെങ്കിലുമോ അവർ ആഗ്രഹിക്കുന്നു എങ്കിൽ, അവർക്കതാണ് താല്പര്യമെങ്കിൽ അത് കൊടുക്കണം. നമ്മൾ ഭർത്താവ് നൽകുന്നവൻ തന്റെ ഇഷ്ടമനുസരിച്ച് ഏകപക്ഷീയമായി അവരുടെ തൃപ്തി പോലും ശ്രദ്ധിക്കാതെയും പരിഗണിക്കാതെയും കൊടുക്കേണ്ടതല്ല മഹർ. അതാണ് സ്വർണം ഇങ്ങനെ കൂടുതലായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കാര്യം കൂടിയാണ്, തെറ്റായ കാര്യമല്ല. അത് പറഞ്ഞു വരുന്നത് മഹറിന്റെ അവകാശി സ്ത്രീയാണ്, വധുവാണ്. മഹർ നമ്മൾ വിവാഹവേള നിക്കാഹിന്റെ വേളയിൽ വലിയനെ, അതായത് വധുവിന്റെ രക്ഷിതാവിന് പിതാവാകാം, അല്ലെങ്കിൽ പിതൃ സഹോദരൻ ആരാണോ രക്ഷിതാവായി വലിയായി ആ നിക്കാഹിന് സാക്ഷിയാവുന്നത്, നിക്കാഹിന് കൈ കൊടുക്കുന്നത്, അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അദ്ദേഹം മുഖാന്തരം അത് വധുവിനെ ഏൽപ്പിക്കുകയും ചെയ്യണം. വധുവിന്റെ കയ്യിൽ മഹർ കിട്ടിയിരിക്കണം, വധുവിന് മഹർ ലഭിച്ചിരിക്കണം. അത് വധുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. പിന്നെ ഒരിക്കൽ പോലും, ഒരു ഘട്ടത്തിൽ പോലും ഭർത്താവിന് അതിലെന്തെങ്കിലും അവകാശം ചോദിക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചെടുക്കാനോ പാടുള്ളതല്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മഹർ എന്നുള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് ഏറ്റവും വലിയ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു വലിയ സംരംഭമാണ്. പിൽക്കാലത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം മഹറിന്റെ സംഖ്യകൾ പൈസയായിട്ടും മറ്റും മഹർ നൽകിയിട്ടു അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പണം സ്വരൂപിച്ച് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ സ്ത്രീകളുടെ മഹർ അതിര് കവിയരുത് കേട്ടോ, അതിര് കവിയരുത്, അത് നിയന്ത്രിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലളിതമായ തോതിലാണ് മഹർ നൽകിയിരുന്നത്. എന്നിത്യാദി കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഒരു സ്ത്രീ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റു. പള്ളിയിൽ സ്ത്രീക്ക് വരാമെന്നുള്ള ഒരു തെളിവ് കൂടിയാണ്, അത് ഇരിക്കട്ടെ. പള്ളിയിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് ചോദിച്ചു, ഉമർ, ആരാണ് താങ്കളോട് ഈ കാര്യം പഠിപ്പിക്കാൻ പറഞ്ഞത്? എന്ത് നിയമത്തിന്റെ പിൻബലത്തിലാണ് താങ്കൾ ഈ പറയുന്നത്? എന്നിട്ട് അവർ സൂറത്ത് നിസായിലെ 20-ാമത്തെ ആയത്ത്
നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ പകരം സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരിൽ ഒരുവൾക്ക് നിങ്ങൾ ഒരു കൂമ്പാരം തന്നെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് മഹറായിട്ട് ഒരുപാട് സ്വർണമോ സ്വത്തോ സമ്പത്തോ എന്തും കൊടുത്തിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് ഒന്നും നിങ്ങൾ തിരിച്ചു വാങ്ങരുത്. ഖുർആന്റെ വചനാണ്. അവകാശമില്ല. അപ്പൊ എന്തും എത്രയും ലഭിക്കുക എന്നുള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവകാശമാണ്. അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തരുത്. ഉമർ എന്നൊരു സ്ത്രീ അധികാരിയായ ഖലീഫായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഉമർ പറഞ്ഞു, അസാബത്തിൻ ഉമറു, ആ സ്ത്രീ പറഞ്ഞതാണ് സത്യം, ഉമറിന് അബദ്ധം പിടഞ്ഞിരിക്കുന്നു, തെറ്റിപ്പോയിരിക്കുന്നു എന്ന്. അപ്പൊ മഹറിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല. മഹർ ഒരു സ്ത്രീയുടെ അവകാശമാണ്. അவ்விധത്തിൽ സ്ത്രീകളെ പരിഗണിച്ചിരിക്കുന്ന മതമാണ് ഇസ്ലാം. എത്രമാത്രം മഹത്തരമായ ഒരു സമീപനമാണിത് നാം മനസ്സിലാക്കണം. ഈ വിധത്തിൽ സ്ത്രീകളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ഉദാത്തമായ ഒരു കർമ്മമായി വിവാഹത്തെ കണ്ടുകൊണ്ട് ഒന്നിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാനുള്ള അവസരം ശ്രദ്ധിച്ചെടുക്കാനാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ സുഖകരവും സന്തോഷകരവും സംതൃപ്തികരവുമായ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും നയിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.